Welcome to BSc Physics Main paper 4, Semester 6, Digital Electronics and Computer Science, BSc Physics Main. Today's topic is real and floating point representation of numbers. Real and floating point representation of numbers. Real and floating point representation of a number. Examples of real numbers are 12.5, 126.2, 126, 2.58, minus 18.98, etc. That is, a real number consists of two parts. First part is the integer part and second part is the fraction. Positive or negative sign is associated with the number. ഇപ്പോൾ നമ്മൾ പറയുന്ന സാധാരണ സംഖ്യകൾ പൂർണ്ണസംഖ്യകളോ ദശാംശസംഖ്യകളോ മൈനസ് സംഖ്യകളോ അവയെ വിളിക്കുന്ന പേര് റിയൽ നമ്പേഴ്സ്. ആ പറയുന്ന എക്സാമ്പിളെല്ലാം റിയൽ നമ്പേഴ്സാണ്. 12.5, 126, 2.58, minus 18.98, minus 0.98, 12.68 അല്ലെങ്കിൽ മൈനസ് 3.48 ഇവയെല്ലാം റിയൽ നമ്പേഴ്സാണ്. ഈ റിയൽ നമ്പേഴ്സിൽ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് ആദ്യത്തെ പാർട്ടാണ്. അതിലെ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയും. സെക്കൻഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ടും ഒരു ഇൻറ്റീജർ പാർട്ടും കൂടിച്ചേർന്നതാണ് ഒരു റിയൽ നമ്പർ. അത് പോസിറ്റീവ് നെഗറ്റീവ് ആകാം. റിയൽ നമ്പേഴ്സ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ റിയൽ നമ്പർ, വിത്ത് എ നമ്പർ. നമ്പറുമായിട്ട് എപ്പോഴും പോസിറ്റീവ് സൈനോ നെഗറ്റീവ് സൈനോ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ബൈനറിയിൽ ഇതുപോലെ നമ്മൾ പിന്നെ ഈ നമ്പേഴ്സ് സൂചിപ്പിക്കാറുണ്ട്. റിയൽ ബൈനറി നമ്പേഴ്സ് സൂചിപ്പിക്കാറുണ്ട്. ഈ നെഗറ്റീവ് സൈൻ കൊടുക്കാറുണ്ട്. അത് പറയാനാണ് പതിവ്. എക്സാമ്പിൾസ് ഓഫ് റിയൽ ബൈനറി നമ്പേഴ്സ് ആർ 1101, 111.01, 1001.0011, etc. അപ്പോൾ ഈ നമ്പറിലൊക്കെ ഒന്നാമത്തെ ഒഴിച്ച് രണ്ടാമത്തതിലും മൂന്നാമത്തതിലും അവിടെ ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറിയിൽ നമ്മൾ റിയൽ ബൈനറി നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഏതെങ്കിലും നമ്പേഴ്സ് പറഞ്ഞാൽ അത് ഒരു റിയൽ നമ്പറാണ്. ബൈനറിയിലും അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇമാജിനറി വാല്യൂ വാല്യൂ വരാൻ പാടുന്നുണ്ട്. ബാക്കി ഏത് സംഖ്യ പറഞ്ഞാലും അവയെല്ലാം റിയൽ നമ്പേഴ്സാണ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് ഡെസിമൽ നമ്പർ റെപ്രസെൻറ്റേഷൻ. എങ്ങനെയാണ് ഈ കുത്ത് ഉപയോഗിച്ചത്? ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദശാംശ കുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രാക്ഷനിൻ്റെ കുത്ത് പോയിന്റ് കാണിക്കുക. അതിനാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് പറയുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ. ഫ്ലോട്ടിംഗ് പോയിന്റ് റിയൽ നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ എ കമ്പ്യൂട്ടർ ഇൻ ടു പാർട്സ്. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ദശാംശ സംഖ്യ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് ഭാഗമായിട്ടാണ്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് മാട്രിക്സ്, സെക്കൻഡ് പാർട്ട് ഈസ് കോൾഡ് എക്സ്പോണൻറ്റ്. For example, a decimal number n is equal to 5834.876 is represented in the floating point representation as given below. അതായത് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് മാനറിൽ നമ്മൾ ഒരു റിയൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് പാർട്ടുകൾ കാണും. ഒന്നാമത്തെ പാർട്ടിനെ മാട്രിക്സ് എന്ന് പറയും, രണ്ടാമത്തെ പാർട്ട് അതിൻ്റെ എക്സ്പോണൻ്റാണ്. When we represent a real number in the floating point representation, it has two parts. First part is called matrix, second part is called exponent. And that we can illustrate with an example. Number n is equal to 5834.876 as below. You can see the representation. The given number is n. N is equal to 0.5 and the number given is 5834.876. That number we represent in the floating point representation as 0.5834.876 into 10 raised to plus 4. In that manner we write. അവിടെ പ്ലസ് ഇട്ടില്ല കുഴപ്പമില്ല, 4 എന്ന് മാത്രം ഇട്ടാലും മതി, റൈസ് ടു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 4 സ്ഥാനം എടുത്തോട്ട് മാറ്റിയിട്ട് ആ പോയിന്റ് കൊണ്ടുവന്ന് 5ൻ്റെ മുമ്പിലിട്ടു. അപ്പോൾ അതിനിടയ്ക്ക് 0 വരാൻ പാടില്ല.
അങ്ങനെ ഇടുമ്പോൾ 4 സ്ഥാനം മുന്നോട്ട് മാറ്റുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ 10⁴ എന്ന് കൊടുക്കണം. ആ 4 +4 ആണ്, അങ്ങനെ കൊടുക്കണം. അപ്പോൾ +4 കൊണ്ട് മൾട്ടിപ്ലൈ ആ റേസ് ടു വായിക്കാൻ പഠിക്കണം കേട്ടോ. നമ്മൾ ഈ മൊബൈലിൽ റേസ് ടു ഇല്ലാത്ത കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എഴുതേണ്ടത് 10⁻⁴ എന്ന് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം 4 സ്ഥാനം വലത്തോട്ട് മാറ്റി കുത്തിടാനാണ്. അങ്ങനെ ഇട്ടാൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ കിട്ടും. അപ്പോൾ 5834.876നെ 0.5834.876 ഇൻറ്റു 10⁻4 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ താഴെ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ അതിനെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. സൈൻ 2 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സ്പേസിൽ നമ്മൾ ഇരിക്കുക സൈൻ. ആദ്യം കാണിക്കുന്നത് മാൻറ്റിസയാണ്. അപ്പം മാൻറ്റിസ എന്നുള്ളത് ഒരു ലൈനിട്ട് താഴെ ചെയ്തിട്ടുണ്ട്. മാൻറ്റിസയാണ് ആ ഭാഗത്ത് കാണുന്നത്. മാൻറ്റിസായുടെ വാല്യൂ ആ ദശാംശ സംഖ്യയാണ്. 7 അക്കത്തിൽ പറയും. സാറിന് നമ്പറാണെങ്കിൽ ഇവിടെ 7 അക്കത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ 7 അക്കവും മാൻറ്റിസായിട്ട് കൊടുക്കും, ദശാംശമുണ്ട്. പിന്നെ പവർ എക്സ്പൊണൻ്റാണ്. ഇത് പോസിറ്റീവ് സംഖ്യയാണ്. പോസിറ്റീവ് സംഖ്യയുണ്ട്. ഈ പോസിറ്റീവ് കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ ഇവിടെ 0 പോസിറ്റീവിന് 0-ഉം നെഗറ്റീവിന് 1-ഉമാണ് സാധാരണ എടുക്കാറുള്ളത്. പോസിറ്റീവ് സംഖ്യ കാണിക്കാനായിട്ട് നമ്മൾ 0 സൈനും നെഗറ്റീവ് സംഖ്യ കാണിക്കാനായിട്ട് 1 സൈനുമാണ് 1 എന്നുള്ള ബിറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ മാൻറ്റിസയുടെ കാര്യം പറയുമ്പോൾ മാൻറ്റിസ ഈസ് 0.5834876 കുത്താത്തി കിട്ടും. അത് പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ 0 കൊടുത്തു. ഇനി എക്സ്പോണൻറ്റിലേക്ക് വരാം. എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് പവറാണ്. പവർ പോസിറ്റീവാണ്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലായിട്ട് സൈൻ 0 കൊടുക്കും. പിന്നെ എക്സ്പൊണൻ്റ് നമ്മൾ 2 അക്കത്തിലാണ് സാധാരണ എഴുതാറുള്ളത്. ഇപ്പോൾ 0.4 ഈ 4 എന്നുള്ള 0.4 എന്ന് എഴുതാമല്ലോ, 0ക്ക് വിലയില്ല. ഇപ്പോൾ 0.4. അപ്പോൾ എക്സ്പൊണൻ്റ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു ഡെസിമൽ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ഇങ്ങനെ സൂചിപ്പിക്കാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറിൽ അത് ബൈനറി ആക്കിയാലേ പറ്റുള്ളൂ. ഇങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ആ മാൻറ്റിസ ആദ്യം കാണുന്ന പോലെയും എക്സ്പൊണൻ്റ് രണ്ടാമത് കാണുന്ന പോലെയും എഴുതണം. അപ്പോൾ മാൻറ്റിസ ആദ്യം കാണുന്ന രീതിയിലും എക്സ്പൊണൻ്റ് രണ്ടാമത്തെ രീതിയിൽ എഴുതിയാൽ അതിൻ്റെ അർത്ഥം മുകളിൽ കാണുന്ന സംഖ്യയാണ്. n = 0.5834876 ഇൻറ്റു 10⁻+4 എന്നതിൻ്റെ അർത്ഥമാണ് ഇങ്ങനെ എഴുതിയാൽ. കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നോക്കണം, ഈ പിന്നെ മാൻറ്റിസായിലും എക്സ്പൊണൻറ്റിലും ആ ലെഫ്റ്റിലൊരു 0 കൊടുത്തിരിക്കുന്നുണ്ട്. അത് പോസിറ്റീവ് സൈൻ, സംഖ്യ പോസിറ്റീവാണ്, എക്സ്പൊണൻറ്റ് പോസിറ്റീവാണെന്ന് കാണിക്കുകയാണ്. നേരെ മറിച്ച് സംഖ്യ നെഗറ്റീവാണ്, എക്സ്പൊണൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ സൈൻ്റെ സ്ഥാനത്ത് 2 എടുത്തും നമ്മൾ 1 എന്ന് കൊടുക്കേണ്ടി വരുമായിരുന്നു. അത് അടുത്ത എക്സാമ്പിൾ കാണാം നമുക്ക്. സോ ദ നമ്പർ n is represented like this: 0 of the leftmost position, ഏറ്റവും ഇടത്തുള്ള 0 of the mantissa and exponent denote its plus sign. 0 കാണിക്കുന്ന പ്ലസ് സൈൻ ആണ് സംഖ്യയിലെ, എക്സ്പൊണൻറ്റിലെ. The mantissa is taken as a fraction. The decimal point is shown above is an assumed decimal point. Exponent is +4, which is positive. Shows that the actual position of the decimal point is 4 decimal positions to the right of the assumed decimal point. അതതിൻ്റെ അർത്ഥമാണ്. ഈ 10⁴ 10⁴ നമ്മൾ എഴുതിയാൽ അതിൻ്റെ അർത്ഥം 4 സ്ഥാനം വലത്തോട്ട് മാറ്റാനാണ്. ഇപ്പോൾ കിടക്കുന്ന പോയിന്റ് 4 സ്ഥാനം വലത്തോട്ട് മാറ്റാനാണ് 10⁴ എന്നുള്ളതിൽ അർത്ഥമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. When we write 10⁴, the meaning is we have to we have to transfer the point to a position 4 digits after. 4 ഡിജിറ്റ് കഴിഞ്ഞ് വലത്തോട്ട് മാറ്റി കുത്തിടണം എന്നുള്ളതാണ് 10⁴ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ സംഗതി എത്രയും മനസ്സിലാക്കിയാണ്. ഇപ്പോൾ നമുക്ക് സംഖ്യ 5834.876 അതെങ്ങനെ എഴുതി? നമ്മൾ 0.5834876 ഇൻറ്റു 10⁻+4 എന്ന് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ മാൻറ്റിസായുടെ സൈൻ 0 മാൻറ്റിസയുടെ വിലയാണ് എഴുതിയിരിക്കുന്നത്. എക്സ്പൊണൻ്റ് സൈൻ പ്ലസ് ആയതുകൊണ്ട് 0 എന്ന് കൊടുക്കും. പവർ നമ്മൾ 2 ഡിജിറ്റിൽ എഴുതും. അപ്പോൾ മൊത്തം എത്ര ബിറ്റാണ് ഇവിടെ ഉപയോഗിച്ചത്? 7, 8, 8, 2, 10, 11 ബിറ്റ് മൊത്തമുണ്ട്. 11 ബിറ്റല്ല, 11 ഡെസിമൽ ഡിജിറ്റാണ് ഉപയോഗിച്ചത്.
ബിറ്റ് നമ്മൾ പറയുന്നത് ബൈനറിയിലാണ്. ഇനി എക്സാമ്പിൾ 2 നോക്കുക. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. Consider the decimal number n is equal to 0.0058346. Here, അല്ലെങ്കിൽ D ആണ്. D, you realize D. T അവിടെ മിസ്സിംഗ് ആണ്. T ചേർക്കുക. The floating point representation of this number is given below. അപ്പോൾ നമ്മൾ ആ സംഖ്യയെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കാൻ പോവുകയാണ്. സംഖ്യ ഞാൻ പകർത്തി. The number is written here and we have removed the point 2 places to the right. Then we get point 0.58346 into 10 raised to minus 2. അപ്പം -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അർത്ഥം 2 സ്ഥാനം എടുത്തോട്ട് മാറ്റാനാണ്. അപ്പോൾ ആദ്യം കാണുന്ന നമ്പർ കിട്ടും. അപ്പോൾ ഇത് നോക്കുക. ഈ മാൻറ്റിസ റെപ്രസെൻറ്റേഷനും അതേപോലെ എക്സ്പോണൻറ്റും 10ൻ്റെ പവർ നോക്കുക. മാൻറ്റിസ പോസിറ്റീവാണ്, അതുകൊണ്ട് സൈൻ 0. മാൻറ്റിസയുടെ വില നമ്മൾ 7 അക്കത്തിൽ കൊടുത്തു. 0.5834600 അങ്ങനെ കൊടുത്തു. 00 ഇട്ട് കൊടുക്കാം. ഈ ദശാംശ സംഖ്യയിൽ വലതുവശം 0 ഇട്ടാൽ വിലക്ക് മാറ്റില്ല. So we represent Mantis as 0 and then 0.583460. That is Mantis. Mantis is positive. That is the meaning of sin 0. Then you see exponent. Exponent is -2. So we write 0 2. Sin is negative. So we write sin as 1. You remember 1 means minus, 0 means plus. So Mantis is 0, which is positive. The value is 0.583460 with the 7 digits. And in the exponent, the value is 0 and sign is 1, which means negative. You see another example. Other example. അവിടെ കൃഷ്ണ എന്ന് കാണുന്നുള്ളത് എങ്ങനെ വന്നറിയാൻ പറ്റില്ല. ചിലപ്പം വിളിച്ചതായിരിക്കും. അത് വേണമെന്നില്ല അവിടെ. ആ കൃഷ്ണ എന്നുള്ളത് വേണമെന്നില്ല കേട്ടോ. അത് ഹിന്ദു കുട്ടികൾക്ക് അവിടെ കീപ്പ് ചെയ്യാൻ വേണമെങ്കിൽ മറ്റേ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ വെട്ടിക്കളയാൻ പറ്റിയ കുട്ടികൾ. ദ നമ്പർ ഇടക്കിടക്ക് ദൈവത്തെ വിളിക്കുന്നതല്ലാണ്. അപ്പോൾ ഇവിടെ അത് ഇങ്ങനെ കയറി വന്നതാണ്. You can remove it. The number n, here the number n is equal to minus 0.0003869884. The floating point representation is നമ്മൾ 3 പ്ലേസ് മാറ്റണം. 3 പ്ലേസ് -0.386984 into 10 raised to -3. അപ്പോൾ 10 raised to -3യുടെ മീനിങ് അറിയാമല്ലോ. ആ 3 സ്ഥാനം ഇടത്തോളം മാറ്റാനാണ്. അപ്പോൾ നമുക്ക് മുകളിലുള്ള സംഖ്യ കിട്ടുകയും ചെയ്യും. അപ്പോൾ മാൻറ്റിസ എന്ന് പറയുന്നത് നമ്മൾ 7 അക്കത്തിൽ എഴുതും. -0.386984 ഒരു 0 കൂടി ഇട്ട് നമ്മൾ 7 ഡിജിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. സൈൻ അത് നെഗറ്റീവാണല്ലോ മാൻറ്റിസ, അപ്പോൾ 1 എന്ന് കൊടുക്കണം. പിന്നെ എക്സ്പോണൻറ്റ് അത് 3 ആണല്ലോ, 0.3 എന്ന് കൊടുക്കണം. ആ എക്സ്പോണൻറ്റ് മൈനസ് ആയതുകൊണ്ട് സൈൻ 1 എന്ന് കൊടുക്കണം. സോ ഹിയർ മാൻറ്റിസ ഈസ് 1 and 0.386984 exponent is 103. The 1 in both cases indicate negative sign. If it is 0, then it is positive. It will be positive. 1 means negative. ഇവിടെ മാൻറ്റിസ നെഗറ്റീവ് ആണ്, എക്സ്പോണൻറ്റ് നെഗറ്റീവ് ആണ്. അതാണ് സൈനിൻ്റെ ആദ്യ ഡിജിറ്റ് 1 ആയിട്ട് വരുന്നത്. സിൻസ് മാൻറ്റിസ ഈസ് നെഗറ്റീവ് and exponent is negative, we put 1 in the place of sign in both the Mantissa and exponent. Now comes actual
floating point representation of a binary number. This is more important in our context. നമ്മൾ ബൈനറി ഒക്കെയാണ് പഠിക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി പ്രധാനമുള്ളത്. ബൈനറിൽ എങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ നടത്തുക? A floating point binary number is indicated in a similar manner as given below. Example, consider the binary number n is equal to 101.0110. Binary point ഉണ്ട് ഇവിടെ. This is represented in a 16-bit register. 16 അക്കത്തിലാണ് സൂചിപ്പിക്കുന്നത്. 16 ഡിജിറ്റിൽ 16-bit register as 1101.0110 തന്നിരിക്കുന്ന സംഖ്യ. അതെങ്ങനെ എഴുതും നമ്മൾ? 1101.0110 into 2 raised to plus 4. ഇപ്പോൾ 2 raised to plus 4 വിളിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം 4 സ്ഥാനം വലത്തോട്ട് മാറ്റാനാണല്ലോ. 2 raised to plus 4 വിളിക്കുക എന്ന് പറഞ്ഞാൽ 4 സ്ഥാനം വലത്തോട്ട് മാറ്റാനാണ്. അപ്പോൾ 4 സ്ഥാനം വലത്തോട്ട് മാറ്റിയാൽ നമുക്ക് ആ തന്നിരിക്കുന്ന സംഖ്യ കിട്ടും. 1101 കിട്ടും. അപ്പോൾ ഇത് നോക്കി നമ്മൾ എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ നോക്കാം. സൈൻ, കാരണം മാറ്റിച്ച പോസിറ്റീവാണ്, പ്ലസ് 0. പിന്നെ മാറ്റിസയുടെ വാല്യൂ അത് നമ്മൾ പറയുന്നത് 9 അക്കത്തിൽ പറയും. 9 അക്കത്തിൽ 9 അക്കം വേണ്ടി വരും. 1101.01100 ഒരു 0 കൂടിയിട്ട് 9 അക്കത്തിൽ വേണ്ടി വരും. അപ്പോൾ മാറ്റിസയിൽ മൊത്തം 10 ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു സൈൻ ബിറ്റ് 9 ബിറ്റുകൾ മാറ്റിസ കാണിക്കുന്നത് 10 ബിറ്റ്. ഇനി എക്സ്പോണൻറ്റ് നോക്കി, ഇൻഡെക്സ് നോക്കി, സൈൻ പോസിറ്റീവ് ഇൻഡെക്സ് ആണ്, അപ്പോൾ 0. പിന്നെ 4 എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ 4 എന്ന് പറയുന്നത്. പക്ഷേ അത് 5 ബിറ്റ് കാണിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 0 ഇടും. കാരണം ഇത് ഒരു 16 ബിറ്റ് രജിസ്റ്ററിലെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനാണ്. 16 ബിറ്റ് രജിസ്റ്ററിലെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനാണ്. മൊത്തം 16 ഡിജിറ്റ് വേണം. അപ്പോൾ മാനിസായിക്ക് മൊത്തം 16 ബിറ്റ് വേണം. മാനിസായിക്ക് 10 ബിറ്റും എക്സ്പോണൻറ്റിന് 6 ബിറ്റും. നിങ്ങൾ എണ്ണി നോക്കുക. ഇപ്പോൾ ആ മാനിസായുടെ സൈൻ 0 പോസിറ്റീവ്, ബാക്കി 9 ബിറ്റ് നമ്മൾ 0 ചേർത്തായിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ എക്സ്പോണൻറ്റ് സൈൻ 0 പോസിറ്റീവാണ്. പിന്നെ റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ 100 ആണ് ബൈനറിയിൽ. അപ്പോൾ അത് 5 ബിറ്റിലാണ് അവിടെ ഇരിക്കുന്നത്, 00100. അപ്പോൾ എക്സ്പോണൻറ്റിൽ മൊത്തം 6 ബിറ്റായി, മാറ്റിസായിൽ 10 ബിറ്റായി. അങ്ങനെ മൊത്തം 16 ബിറ്റ്. അങ്ങനെയാണ് 16 ബിറ്റ് രജിസ്റ്ററിൽ ഒരു ബൈനറി നമ്പർ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ കാണിക്കുക. ഇനി ഇതിൻ്റെ പൊതുവായ രീതിയിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ കാണിക്കുക എന്നുള്ളത്. ദ ജനറൽ ഫോം ഓഫ് എ റിയൽ നമ്പർ representation is real number. One number is sufficient. The general form of a real number representation is n is equal to m into r raised to e. m into r raised to e. Raised to e അറിയട്ടോ. നിങ്ങൾ raised to e ചെയ്യാൻ മതി. ഇവിടെ ഈ ആരോ കൊടുക്കണ്ട. Raised to e. Where m represents the mantissa, r represents the base of the number system, and e is exponent. The mantissa and exponent are physically present in the register. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ഒരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം ഇൻറ്റു ആർ റൈസ് ടു ഇ. റൈസ് ടു കേട്ടോ, പൊക്കി എഴുതിയാൽ മതി, ആരെ വേണ്ട. വേറെ എം റെപ്രസെൻസ് മാറ്റിസ, എം ആണ് മാറ്റിസ നമ്മൾ നേരത്തെ കാണിച്ച പോലെ. ആർ റെപ്രസെൻസ് ദി ബേസ്, അത് 2 ആണെങ്കിൽ 2 അല്ലെങ്കിൽ 10 ആണെങ്കിൽ 10 ഓഫ് ദി നമ്പർ സിസ്റ്റം, ആൻഡ് ഈസ് ദി എക്സ്പോണൻറ്റ്. ദ മാറ്റിസ ആൻഡ് എക്സ്പോണൻറ്റ് ആർ ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ദി രജിസ്റ്റർ. രജിസ്റ്ററിൽ നമ്മൾ ഈ 14 ബിറ്റ് കൊണ്ട് കാണിക്കുമ്പോൾ അവയെല്ലാം വരും. ഇനി 1-2 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ, ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻസ് നമ്പർ 1, എക്സ്പ്ലെയിൻ ദ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ. നമ്മൾ ആദ്യം പറഞ്ഞ ഈ പാർട്ട് അങ്ങ് പഠിച്ചാൽ മതി. ആദ്യം നമ്മൾ ഡെസിമൽ നമ്പറിൻ്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. The second question is, with a suitable example, give floating point representation of a binary number.
ആ ബി പാർട്ട് പഠിച്ചാൽ മതി. ദ സെക്കൻഡ് എക്സാമ്പിൾ, ബി പാർട്ട് ഈസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. Question number 3. What are the matrix and exponent in the following in the floating point representation of the binary number 1101.0101? ഈ 1101.0101ൻ്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്പർ റീറൈറ്റ് ചെയ്യും. നമ്പർ ഇസ് റിട്ടൺ and the point is brought to the front, and we can write into 2 raised to 4 as exponent. So sin 0 positive number, matrix is point there is point 110101010. We put additional 0 to make it 9 digits. Total 10 digits in matrix. Sign, exponent sign 0, which is positive, and the exponent is 4, 100. To make it total 5 digits, we put additional 2 zeros. So total exponent digits is 6. 1 for sign and 5 for the exponent. And it's a representation. And there is another question. What is normalization of a number? ഈ നമ്പറിൻ്റെ നോർമലൈസേഷൻ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നോർമലൈസേഷൻ ഓഫ് എ വേവ് ഫംഗ്ഷൻ പഠിക്കും. അതുപോലെ ഇവിടെ ഒരു നോർമലൈസേഷൻ ഉണ്ട്. നോർമലൈസേഷൻ നമ്പർ, ദ ഷിഫ്റ്റിംഗ് ഓഫ് മാട്രിക്സ് ലെഫ്റ്റ് ടു മേക്ക് ഇറ്റ്സ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ഈസ് കോൾഡ് നോർമലൈസേഷൻ. ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡർഡൈസേഷൻ പോലെയുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ പിന്നെ നമ്പറിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞിട്ടില്ലേ, അതായത് ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടിട്ട് 10ൻ്റെ പവറായിട്ട് കൊടുക്കുന്ന രീതി. ഇപ്പോൾ 283 അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? 2.83 × 10⁻² എന്ന് പറയുന്ന പോലെ 283. വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇറ്റ്? വി സേ 2.83 × 10⁻². But in normalization form, in normalized form, we put all the digits after the decimal point. 283 we can write as 0.283 × 10⁻³. That is the normalized form. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം പോലെ തന്നെ ഇരിക്കും നോർമലൈസ്ഡ് ഫോം. പക്ഷേ കുത്തിന് മുമ്പിൽ സംഖ്യയില്ല, കുത്തിന് ശേഷം 0 ഇല്ല. അങ്ങനെയാണ്. പോയിന്റിന് മുമ്പിൽ സംഖ്യയില്ല, പോയിന്റിന് ശേഷം 0 ഇല്ല, എന്നിട്ട് 10ൻ്റെ പവറായിട്ട് കൊടുക്കണം. അങ്ങനെ എഴുതി നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, the shifting of matrix left to make a most significant bit non-zero is called normalization. ഓരോ നമ്പർ എഴുതുമ്പോൾ ഒന്നാമത്തെ ഡിജിറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. അവസാനത്തെ വിളിക്കുന്ന പോലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് നമ്പർ ബിറ്റ്. MSB ആൻഡ് LSB അതെപ്പോഴും പറയുന്ന 2 ബിറ്റുകളാണ്. MSB മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്, LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. ഇപ്പോൾ 1101 എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ ആദ്യത്തെ 1 ആണ് MSB, അവസാനത്തെ 1 ആണ് LSB എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോർമലൈസ് ചെയ്യുമ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് കുത്തിന് ശേഷമുള്ള ആ പോയിന്റിന് ശേഷമുള്ള മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് നോൺ സീറോ ആയിരിക്കണം, 0 ആകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ n = 0.00538 × 10⁻8 ഈസ് നോട്ട് നോർമലൈസ്ഡ്. ഇത് നോർമലൈസ് ചെയ്തിട്ടില്ല, കാരണം 2 zeros അവിടെ വരുന്നുണ്ട്, അത് മാറ്റണം. ദ കറസ്പോണ്ടിങ് നോർമലൈസ്ഡ് നമ്പർ ഈസ് 0.5. ആദ്യം 0 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 0.5384 × 10⁻6 പവർ 6 മാറും. അറിയാമല്ലോ, ആ മോളിൽ 10⁻8 കൊണ്ട് ഗുണിക്കുന്ന തുല്യമാണ് താഴെ 10⁻6 കൊണ്ട് ഗുണിക്കുക. മുകളിൽ 2 സ്ഥാനം കൊണ്ട് മാറ്റിയാൽ മതിയല്ലോ, ഇപ്പോൾ 10⁻6 ആകുമല്ലോ. ഇപ്പോൾ 0.5384. അപ്പോൾ 0.5384 എഴുതുമ്പോൾ ആ പോയിന്റ് കഴിഞ്ഞുള്ള 5 ആണ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് MSB. അവിടെ ആ സംഖ്യയ്ക്ക് മുമ്പ് 5ന് മുമ്പ് 0 ഒന്നും വരുന്നില്ല. അപ്പം നമ്മൾ നോർമലൈസ്ഡ് ഫോം എഴുതുമ്പോൾ കുത്തിട്ടിട്ട് 0 വെച്ചുള്ള സംഖ്യ വരണം. അങ്ങനെയാണ്, അത് എല്ലാ സംഖ്യ അങ്ങനെയാണ്.
Similarly, the number n is equal to 0.011 1011 into 2 raised to 12 raised to എന്നുള്ളത് പൊക്കി ഇറങ്ങട്ടെ 12 ഈസ് നോട്ട് ദ നോർമലൈസ്ഡ് നമ്പർ. നോട്ട് നോർമലൈസ്ഡ്, ഡി വേണ്ട, നോട്ട് നോർമലൈസ്ഡ് ഡി വെട്ടി കേൾക്കാം. ബട്ട് n is equal to 0.11011 into 2 raised to 10 ഈസ് നോർമലൈസ്ഡ്. മോളിൽ 2 raised to 12 ആണ് കേട്ടോ. അത് 2 into 2 2 raised to 2 വിളിക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് മാറും. അപ്പോൾ നമുക്ക് 0.11011 into 2 raised to 10 എന്ന് കിട്ടും. ആ കുത്ത് കഴിഞ്ഞുള്ള 1, ബൈനറി പോയിന്റ് കഴിഞ്ഞുള്ള 1 ആണ് MSB. 0 ആകാൻ പാടില്ല. അപ്പോൾ ഇതാണ് നോർമലൈസ്ഡ് ഫോം. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക. വാട്ട്സ് ദ മീനിങ് ഓഫ് നോർമലൈസേഷൻ? വി ഹാവ് ടു ഷിഫ്റ്റ് the shifting of mantissa left to make the most significant bit non-zero is called normalization. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. സ്റ്റാൻഡേർഡ് ഫോം പോലെ തന്നെയാണ് നോർമലൈസ്ഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ ഒരു ഡിജിറ്റ് കഴിഞ്ഞ് കുത്തിട്ടിട്ട് ബാക്കി എഴുതിയിട്ട് 10ൻ്റെ പവറായിട്ട് കൊടുക്കണം, എല്ലാം ചേർത്ത്. നോർമലൈസ്ഡിൽ നമ്മൾ ആദ്യമേ പോയിന്റ് വരണം, അത് കഴിഞ്ഞിട്ട് സംഖ്യയിലെ നോൺ സീറോ ആയിട്ട് വരണം. ആദ്യ സംഖ്യ ആദ്യം പോയിന്റ് ഇടണം, പിന്നെ ഒരു നോൺ സീറോ സംഖ്യ, പിന്നെ അത് 10ൻ്റെ പവറായിട്ട് ഇടണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഒരു കുത്തൂരി ഇടത്തോട്ട് മാറ്റിയിട്ട് ഒരു ഡിജിറ്റ് നമ്മൾ കൂട്ടി അങ്ങോട്ട് എഴുതണം പവറിൽ. ആ രീതിയാണ് നോർമലൈസ്ഡ് ഫോം.